നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോയാലോ? ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം ക്ലാസ്സുകളെ കുറിച്ച്? താഴെ ഒന്ന് പറയണേ. പിന്നെ വീഡിയോസ് കാണുന്നവര് മിക്ക ആൾക്കാരും ലൈക്ക് ചെയ്യാറില്ല. അപ്പൊ നിങ്ങളുടെ ലൈക്ക് അല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനം. അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം 2025 PS നടത്തിയ 10th പ്രിലിംസിന്റെ ചോദ്യപേപ്പറാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത്. ആദ്യത്തെ ഓപ്ഷൻ തൊട്ട് തന്നെ നോക്കാം. ആദ്യത്തെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. ഇത് ശരിയാണേ. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥയിൽ ഒന്നായിരുന്നു. കൂടാതെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നതും ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നത് തെറ്റാണ്. അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഈ ദ്വിഭരണം ഉണ്ടല്ലോ, പ്രവിശ്യകളിലെ ദ്വിഭരണം അഥവാ ഡയാർക്കി എന്ന് പറയും. ഡയാർക്കി, പ്രവിശ്യകളിലെ ദ്വിഭരണം അഥവാ ഡയാർക്കി ഏർപ്പെടുത്തിയത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇത് അവസാനിപ്പിച്ചത് ഏത് വഴിയാ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് ഇത് അവസാനിപ്പിച്ചത്. ഇതിന് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഇനി ഗാന്ധി ഇർവിൻ പാക്ട് അഥവാ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലേക്ക് വന്നാൽ എന്നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ആ ഡേറ്റ് ഒന്ന് പറഞ്ഞേ. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം പറഞ്ഞാൽ മതി. ഡേറ്റ് ഞാൻ പറയാം. മാർച്ച് മാസം 5 ആണ്. മാർച്ച് 5. നിങ്ങൾ വർഷം പറയുക കേട്ടോ. താഴെ കമന്റ് ചെയ്യുക. അപ്പോ മാർച്ച് 5 ഏത് വർഷമാണെന്ന് താഴെ കമന്റ് ചെയ്തോളാം. ഈ ദിവസമാണ് മഹാത്മാഗാന്ധിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും തമ്മിൽ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ ഉടമ്പടിയാണ് ഡൽഹി പാക്ട് അഥവാ ഡൽഹി ഉടമ്പടി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഡൽഹി ഉടമ്പടി എന്ന പേരിലും അറിയപ്പെടുന്നത് ഏത് ഉടമ്പടിയാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണെന്ന് മനസ്സിലാക്കുക. 1930 ഗാന്ധിജി ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹത്തെയും നിയമലംഘന പ്രസ്ഥാനത്തെയും തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ച നടന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? അത് വേണം ഓർക്കാൻ. കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും കോൺഗ്രസും പങ്കെടുക്കും എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. മൂന്നാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടാത്ത എല്ലാ രാഷ്ട്രീയ തടവുകാരെയും ബ്രിട്ടീഷ് സർക്കാർ ജയിലിൽ നിന്നും മോചിപ്പിക്കും. അതാണ് ഇവിടെ മൂന്നാമത്തെ പ്രസ്താവനയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നാലാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? തീരദേശവാസികൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപ്പ് നിർമ്മിക്കാനുള്ള അനുവാദം നൽകും. ഇത്രയുമായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ 4 വ്യവസ്ഥകൾ. ഇനി ഇതിലൊരു വിമർശനം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഈ ഉടമ്പടിയിലൂടെ ഗാന്ധിജിക്ക് സാധിച്ചില്ല. ഗാന്ധിജിക്ക് എന്ത് ചെയ്തില്ല? സാധിച്ചില്ല എന്നത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ 1917 വർഷം ഓർക്കൂ. 1917 പാലക്കാട് ജില്ലയിലെ കരിമ്പുഴയിലാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നതായിരുന്നു ഈ ഒരു സംഘടനയുടെ മുദ്രാവാക്യം. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ്. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിലും
പ്രസംഗ പാടവത്തിലും ആകൃഷ്ടനായി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ അഥവാ VK ഗുരുക്കൾക്ക് നൽകിയത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മവിദ്യാ കാഹളം, ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം, ശിവയോഗ വിലാസം തുടങ്ങിയ മാസികകളും പത്രങ്ങളും ഒക്കെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജ സ്ഥാപകൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയൊക്കെ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്, സമത്വ സമാജം. ഇനി ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, SNDP യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വർഷം 1903. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഇനി ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, സമത്വവാദിയായ സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഇവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഹർഷദ് എജ്യൂടെക് ആപ്പിലെ VFA ബെവ്കോ LDയുടെ കോംബോ ബാച്ച് അവൈലബിൾ ആണ്. മുഹറത്തിന്റെ ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന് രാത്രി 12 മണി വരെ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ. ഫീസ് 1999. മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ 1700 സംതിങ് ഫീസ് വരുന്നുള്ളൂ. 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇപ്പോൾ മുഹറം ഓഫർ അവൈലബിൾ ആണ്. ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം കമ്പനി LGS, VFA ബെവ്കോ LD, LDC, എല്ലാ യൂണിഫോം പോസ്റ്റുകൾ, എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് ഇപ്പോൾ മുഹറം ഓഫർ അവൈലബിൾ ആണ്. ഓഫർ ജൂൺ 30th വരെയാണ് ഉള്ളത്, അതായത് ഇന്ന് രാത്രി 12 മണി വരെ. അപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ച് LGSന്റെ ബാച്ച് നമ്മൾ ക്ലാസ് ജൂലൈ 6th സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാം. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നും നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ട് ഒരു ബാച്ചിലും വരത്തില്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സും SCRTയും NCRTയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഗൈഡൻസോട് കൂടി പോകുന്ന ബാച്ചാണ്. LDC ബാച്ചിലേക്കുള്ള അഡ്മിഷനും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഹർഷദ് എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തോളാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കമന്റ് നോക്കിയോളൂ. നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതിയേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അപ്പൊ കേരള സർക്കാരിന്റെ സാഹിത്യ മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? NS മാധവന് ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി NS മാധവനെ കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ? ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? NS മാധവനാണ്. ഇദ്ദേഹം രചിച്ച പ്രശസ്തമായ ചെറുകഥയാണ് ഹിഗ്വിറ്റ. ഹിഗ്വിറ്റ എന്ന ചെറുകഥ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഹിഗ്വിറ്റ എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? NS മാധവൻ. കൂടാതെ നിലവിളി, 4-ാം ലോകം, വൻമരങ്ങൾ വീഴുമ്പോൾ, പഞ്ചകന്യകകൾ, തിരുത്ത് എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ്. ഏതൊക്കെയാണ്? ഹിഗ്വിറ്റ, നിലവിളി, 4-ാം ലോകം, തിരുത്ത്, വൻമരങ്ങൾ വീഴുമ്പോൾ, പഞ്ചകന്യകകൾ. ഓക്കെ, ഇനി മറ്റു ഓപ്ഷനിലേക്ക് പോയാൽ P. വത്സല 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് P. വത്സല. P. വത്സലയുടെ പ്രശസ്തമായ നോവലുകൾ ഏതൊക്കെയാണ്? നെല്ല്, ആഗ്നേയം എന്നിവയൊക്കെയാണ് P. വത്സലയുടെ പ്രധാനപ്പെട്ട നോവലുകൾ. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം
1993 ആണ്. 1993 ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 1993 തന്നെ ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി ഈ പുരസ്കാരം നേടിയ വനിതാ സാഹിത്യകാരി ആരാ? 1995 പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മ. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? യോഗ്യശ്രീ നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാളാണ്. എന്താണ് ഈ യോഗ്യശ്രീ എന്ന പദ്ധതിയുടെ ലക്ഷ്യം? പശ്ചിമ ബംഗാൾ സർക്കാർ രൂപം നൽകിയ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതിയാണ്. അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് SC, ST, OBC വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടി സൗജന്യ കോച്ചിങ് നൽകുക എന്നതാണ് ഈ യോഗ്യശ്രീയുടെ ലക്ഷ്യം. ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയാണ് പരിശീലനം നൽകുന്നത്? JEE, NEET തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്കും അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മത്സര പരീക്ഷകൾക്കുമാണ് ഈ ഒരു പദ്ധതി വഴി സൗജന്യ ട്രെയിനിങ് നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾക്ക് പുറമെ പ്രതിമാസം 300 രൂപ കൂടി സ്റ്റൈഫൻഡും ഈ ഒരു പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ, മോഡേൺ ട്രാവൻകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1729 മുതൽ 1758 വരെ ആയിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പൊ വേണാട് നാട്ടുരാജ്യത്തെ വികസിപ്പിച്ച് ആധുനിക തിരുവിതാംകൂർ സാമ്രാജ്യം കെട്ടിപ്പടുത്തതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1741 ഓഗസ്റ്റ് മാസം 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്നു. അതേതാണ് ആ യുദ്ധം? ബാറ്റിൽ ഓഫ് കൊളച്ചൽ അഥവാ കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10. ഏഷ്യൻ വൻകരയിൽ ഒരു യൂറോപ്യൻ നാവികസേനയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഏതാ? 1750 ജനുവരി മാസം 3 തന്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുകയും ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ രാജ്യം ഭരിക്കുകയും തുടങ്ങുകയും ആര് ചെയ്തത്? മാർത്താണ്ഡവർമ്മ. കൂടാതെ എട്ടുവീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും ഒക്കെ അടിച്ചമർത്തി ശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് ക്യാപ്റ്റനായ ഡിലനോയി, ഡച്ച് ക്യാപ്റ്റൻ, വലിയ കപ്പിത്താൻ, ട്രാവൻകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ച് കപ്പിത്താൻ ഡിലനോയി ആണ്. അപ്പൊ ഡിലനോയുടെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭപുരം കൊട്ടാരം പുനർനിർമ്മിച്ചതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ, ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ജനപ്രാതിനിധ്യ സഭയായ ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചതാരാണ്? ശ്രീമൂലം തിരുനാളാണ്. 1888 ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയാണ് ശ്രീമൂലം പ്രജാസഭ. ഓപ്ഷൻ സി, ശക്തൻ തമ്പുരാൻ. രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കൂടാതെ തൃശൂർ പൂരം ആരംഭിച്ചതാരാണ്? ശക്തൻ തമ്പുരാനാണ്. ഇനി ഓപ്ഷൻ ഡി, ധർമ്മരാജ. കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? ധർമ്മരാജയാണ്. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ തടയാൻ തിരുവിതാംകൂറിൽ കോട്ട നിർമ്മിച്ചതാരാണ്? ധർമ്മരാജ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്, സൗത്ത് കൊറിയൻ എഴുത്തുകാരിയാണ് ആര്? ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ സൗത്ത് കൊറിയൻ വ്യക്തിയും ആദ്യത്തെ ഏഷ്യൻ വനിതയും കൂടിയാണ് ആര്? ഹാൻ കാങ് എന്നോർക്കുക. ചരിത്ര പ്രസിദ്ധമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും മനുഷ്യാവസ്ഥയുടെ ദുർബലതയെ തുറന്നു കാട്ടുന്നതിനുമായ തീവ്രമായ
കാവ്യാത്മക ഗദ്യ ശൈലിയായിരുന്നു ആർക്കുള്ളത്? ഹാങ്കാങ്ങിനുള്ളത്. ഹാങ്കാങ്ങിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? അത് പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദി വെജിറ്റേറിയൻ എന്ന കൃതി ആരുടേതാണ്? ഹാങ്കാങ്ങിന്റേതാണ്. 2016 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി കൂടിയാണ് ദി വെജിറ്റേറിയൻ എന്നത്. കൂടാതെ ഹ്യൂമൻ ആക്ട്, ദി വൈറ്റ് ബുക്ക്, ഗ്രീക്ക് ലെസൺസ് എന്നൊക്കെ പറയുന്നത് ആരുടെ കൃതികളാണ്? ഹാങ്കാങ്ങിന്റെ കൃതികളാണ്. ദി വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്സ്, ദി വൈറ്റ് ബുക്ക്, ഗ്രീക്ക് ലെസൺസ്. ഇനി ഓപ്ഷൻ നോക്കിക്കേ. ഡേവിഡ് ബക്കർ 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ട വ്യക്തിയാണ് ഡേവിഡ് ബക്കർ. എന്തിനാണ് ഈ ഒരു നൊബേൽ സമ്മാനം ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് ഈ ഒരു നൊബേൽ സമ്മാനം, രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. ജോൺ ഫോസ് 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച നോർവീജിയൻ എഴുത്തുകാരനാണ് ജോൺ ഫോസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ആദ്യം എത്രണ്ണം ഉണ്ടായിരുന്നു? തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്വത്തിനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, റൈറ്റ് ടു പ്രോപ്പർട്ടി. തുടക്കത്തിൽ ഇതൊരു മൗലിക അവകാശമായിരുന്നു. ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്നത്. ഇത് 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ഇതിപ്പോ നിലവിൽ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? 12ാം ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. 12ാം ഭാഗത്തിൽ പാർട്ട് 12 ആർട്ടിക്കിൾ ചോദിച്ചാൽ 300A. ഇത് വെറും ഒരു ലീഗൽ റൈറ്റ്, നിയമപരമായ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. 23 ഹ്യൂമൻ ട്രാഫിക്കിംഗ് തടയുക, 24 ചൈൽഡ് ലേബർ തടയുക. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമോ 25 മുതൽ 28 വരെയാണ് ആർട്ടിക്കിളുകളിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്, അഥവാ USSRൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാ? ഭാഗം 4A. ഇതിൽ ആകെയുള്ളത് എത്ര അനുച്ഛേദം? ഒരൊറ്റ അനുച്ഛേദം മാത്രമേ ഉള്ളൂ. ഏത് അനുച്ഛേദം? 51A ആണ്. 51A. ഇത് ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണുള്ളത്. 1976 എത്ര മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്? 10 എണ്ണം. പിന്നെ ഈ ഒരെണ്ണം എപ്പോൾ കൂട്ടിച്ചേർത്തു? 86ാം ഭരണഘടനാ ഭേദഗതി 2002 11ാമത്തെ മൗലിക കടമയായിട്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന കടമ കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാ? അമേരിക്ക അഥവാ USA നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ മൗലികാവകാശം, ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യൽ മുതലായവയൊക്കെ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ട് അഥവാ UK നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? പാർലമെന്ററി ഭരണരീതി, സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏക പൗരത്വം,
സ്പീക്കർ പദവി, റിട്ട് എന്ന ആശയം ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സ്വത്തിനുള്ള അവകാശം പഠിക്കുമ്പോൾ ഒരു പോയിന്റ് കൂടെ പഠിക്കണേ. 44 ഭരണഘടനാ ഭേദഗതി 1978, ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. കൂടാതെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തപ്പോൾ 42 ഭരണഘടനാ ഭേദഗതി 1976, ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നേ, ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഫാക്ട്സ് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നുണ്ട്. തുടർന്നും ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് നിങ്ങൾ കൂടെ കൂടിക്കോളാം. ഓക്കെ, എല്ലാ വീഡിയോസും കണ്ട് പോവുക. അപ്പൊ നമ്മുടെ ആപ്പില് വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോച്ചിങ് ഓരോ ടോപ്പിക്കിന്റെയും ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.